കോമഡിയാണ് കാണാൻ എൻ്റർടൈനറാണ് കണ്ടുകൊണ്ടിരിക്കുക. ഫൺ മൂവി ഫൺ ഗംഭീരം. ചേട്ടാ എങ്ങനെയുണ്ടോ ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെ പടം ഇഷ്ടമായോ? മൂവി എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്, നല്ല ഹ്യൂമർ. നല്ല ടൈം സ്പാനിലെ പിക്ചേഴ്സ്, ഡിഫറെന്റ് ടൈം സ്പാൻസ്. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നല്ല പടം. നല്ല പടം. മാഡം പടം എങ്ങനെയുണ്ടായിരുന്നു? പടം നല്ലതായിരുന്നു, അടിപൊളി പടമായിരുന്നു. കോമഡിയാണോ പടം? കോമഡിയാണ്, കോമഡി. ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ല പടം, നല്ല പടം, നല്ല കോമഡിയാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? മൂവി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. എങ്ങനെയാണ്, കോമഡി മൂവിയാണ്? ഫുൾ കോമഡിയാണ്, അടിപൊളി. ആരാണ് അർത്ഥത്തിരിക്കും? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ല രസം. ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു പടം? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റർടൈനിങ് ആണോ പടം? എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് സന്തോഷം. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, ക്ലാസ് വരുന്നുണ്ടായിരുന്നു, ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരുപാട് കണക്റ്റ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴാണോ പടം പിള്ളേർ കാണുന്നത്? ഇപ്പോഴാണ് ഞാൻ പടം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയൊരു പടമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ആയൊരു പടമായിരുന്നു. സോ ആദ്യം നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ അഭിനയിച്ച പടമായിരുന്നു, നമുക്ക് എത്രത്തോളം അതിനെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി, ഞാൻ ഇതിൽ അഭിനയിച്ചാണെന്നുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയ ഒരു പടമായിരുന്നു. എല്ലാവർക്കും ഒരുപാട് എൻഗേജിങ് ആയിരിക്കും, എൻ്റർടൈനിങ് ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. രണ്ടുപേരും ത്രൂ ഔട്ട് പോസ്റ്റേഴ്സ് ആണല്ലോ, ത്രൂ ഔട്ട് സിനിമയിലുണ്ട്. അപ്പം എന്താണ് ഇപ്പോൾ തോന്നുന്നത്? കാരണം ഇല്ല, ഞങ്ങൾ ത്രൂ ഔട്ട് എന്താ പറയുക ആസ്വദിച്ച് ചെയ്ത മൂവിയാണ്. അത് കാണാനും ഉണ്ട്, ഭയങ്കര ഇഷ്ടമായി. ഓരോരോ ക്യാരക്ടറും അതിൻ്റെ ആ ഡെപ്ത് അനുസരിച്ച് അത് കണ്ടിട്ടുണ്ട്. അവരത്രയും ആസ്വദിച്ചത്. സിനിമ മുൻപ് കണ്ടിരുന്നോ? ഇല്ല, ഞങ്ങൾ രണ്ടാളും കണ്ടില്ല, റിലീസിനെ കാണുള്ളൂ എന്നുള്ള ഇതിലായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നാടകം എന്നതിനെ കുറച്ചും കൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് കൊണ്ടുവന്നു പറയുന്നത്. എനിക്ക് കണ്ടിട്ട് എന്താ തോന്നി? നന്നായിട്ടുണ്ട്, നല്ല അതെ, ഞാനും എന്താ പറയുക ടെൻഷനായിട്ട് വന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളും അറിയണം ഇൻവോൾവ് ആയിട്ടില്ല. രതീഷേട്ടൻ എന്തെങ്കിലും ഉറപ്പ് തന്നിരുന്നു റിലീസിന് മുൻപ്? രതീഷേട്ടൻ ഇങ്ങനെ പല ഉറപ്പും പറയരുത്, പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ എത്രത്തോളം കണ്ടിട്ടില്ലല്ലോ. രതീഷേട്ടന് നമുക്ക് വിശ്വാസം ഓഡിയൻ എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നു? പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു? ഇത് ഏത് കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലാവും. വളരെ നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ ട്രെയിലർ ടീച്ചർ കണ്ട് കുറേ പേര് പല പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂവി കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെടും. ആ ടൈം ട്രാവലൊക്കെ മറന്നു പോകുന്നുണ്ടെന്നുള്ള സത്യം. ആ ട്രെയിലർ കണ്ടപ്പോൾ ഓരോരുത്തർ വെച്ചില്ലേ ഇങ്ങനെ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ഇത് ആക്ട് ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷേ മനസ്സിലില്ല ആ കഥയിൽ നമുക്ക് സിനിമയിൽ മ്യൂസിക് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടമാണ്. സുമലതയിലൊക്കെ ലയിച്ചു. കാരണം ഓഡിയൻസിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. സുമലതയും സുരേഷ് ഏട്ടനോടുള്ള ഇഷ്ടം തീരെ കുറയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അതിന് വേണ്ടിയിട്ട് ചെയ്തു. അത് ഈ പറഞ്ഞ ഡയറക്ടർ ചേച്ചിയുടെയും ഭയങ്കര വലിയൊരു പെർഫോമൻസ് ആയിരുന്നു നാടകം. അതൊരു ഡയറക്ടർ നമുക്ക് വ്യക്തമായിട്ട് ധാരണ തന്നിട്ടുണ്ട്. ലിറ്ററേച്ചർ സ്ക്രിപ്റ്റ് ഇസ് നൈസ്. സോ അതുകൊണ്ട് ആ ക്യാരക്ടർ അതേപടി നമ്മൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാറിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കിട്ടാത്തപ്പോൾ സാറിൻ്റെ ആക്ട് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. ആ ഒരു വീഡിയോയിൽ ചെയ്തില്ല, അതുപോലെ ഒരു മൊമെന്റ് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് എളുപ്പമാക്കാൻ പറ്റിയെന്നാണ്. രതീഷേട്ടൻ്റെ ആ ഒരു കുറേ തോട്ട് പ്രൊവോക്കിംഗ് സീൻസ് ഉണ്ട്.
കുറേ നല്ല ഇത് സുധീഷ് ചേട്ടനായിട്ടുള്ള അച്ഛൻ മോൾ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സുധീഷ് ചേട്ടനായിട്ടുള്ള അച്ഛൻ മോൾ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സുധീഷ് പെട്ടെന്ന് നമ്മളുമായിട്ട് നല്ല കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യും. ഫസ്റ്റ് ഡേയിൽ ഞങ്ങളോട് നല്ല കമ്പനിയായി. ആ ഒരു സീനിയർ ആക്ടർ എന്നുള്ള ആ ഒരു ജാടയൊന്നും സെറ്റിലില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ ഒരു പുതിയ ആൾക്കാരെന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതും ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും. എപ്പോഴും അതെ ചിരിച്ച് തമാശ അങ്ങനെ തന്നെ ഉണ്ടായത്. ഇന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഭയങ്കരമായിട്ട് ഞാൻ എന്നെ ആസ്വദിച്ചു. ടെൻഷൻ മറന്ന് ഞാൻ ആസ്വദിച്ചു. നിറഞ്ഞിരിക്കുകയാണ്. ഞാനത്ര വിചാരിച്ചില്ല. ആക്ച്വലി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സീൻസൊക്കെ ഞാൻ വിട്ടുപോയായിരുന്നു. ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് വിട്ടു. നമ്മൾ എൻ്റയർ സെറ്റിൽ ഫുൾ ഫണ്ണായിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്തത്. അപ്പം ഷൂട്ട് ചെയ്ത സാധനങ്ങളൊന്നും ഓർമ്മയില്ല. അവിടെ ഉണ്ടായിരുന്ന രസകരമായ മെമ്മറീസാണ് കൊണ്ട് നടന്നത്. ഇന്നിത് കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. മാറി മാറി വരുമ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊരു ഫസ്റ്റ് ടൈം വാച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാവും. സെക്കൻഡ് ടൈം ആകുമ്പോൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഡയറക്ടർ വലിയ ഇഷ്ടമാണ് പുള്ളിയാണ്. രാജേഷ് മാധവനുണ്ട്. രാജേഷ് മാധവ് അഭിനയിക്കുന്ന എല്ലാം അടിപൊളിയാണ്. ഇതൊന്നും പറയാനില്ല, എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര എനർജറ്റിക്കാണ്. ചില പാട്ട് സീനും അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര എനർജിയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ ഈ ചിലപ്പോൾ ഇംഗ്ലീഷ് സോങ്സ്, മൈക്കിൾ ജാക്സൺ സോങ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി കുറച്ച് ഒരു സെക്കൻഡ് ടൈമാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ വാച്ച് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ആക്ടിംഗ് ഒക്കെ സൂപ്പർ. രാജേഷ് മാധവൻ ഫാനാണ് ഞാൻ. ചിത്രയും നന്നായിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും നന്നായിട്ടുണ്ട്. ആക്ച്വലി ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഇച്ചിരി ഫണ്ണിൽ കൂടെ ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഒന്നുകൂടെ കാണും. നല്ല മൂവിയായിരുന്നു. അവരെ കോംബോ വീണ്ടും വർക്കായെന്ന് വേണം കരുതാൻ. ഓഫ് കോഴ്സ് കോംബോ അവരുടെ കെമിസ്ട്രി ഒന്നും പറയാനില്ല. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. വിഷ്വൽസും നന്നായിട്ട്. പിന്നെ സൗണ്ട് ട്രാക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ട്രാക്ക് മസ്റ്റ് വാച്ചാണ്. ആദ്യത്തെ പ്രാവശ്യം പടം കാണുമ്പോൾ സ്റ്റോറി ഫുൾ കിട്ടൂല. എന്നാലും രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ കാണുമ്പോൾ സ്റ്റോറി ലൈൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. നല്ല സിനിമ. കോമഡിയൊക്കെ ഇഷ്ടമായി. ആക്ടേഴ്സും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. കവിതാക്കൾ അനുഭവിക്കുന്ന ഓരോ എന്താ പറയുക അനുഭവങ്ങളും എല്ലാം മൂവിയിലെടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക ഒരു മസ്റ്റ് വാച്ച് മൂവി. ഒരു എന്താ പറയുക പഴയ കാലഘട്ടങ്ങളൊക്കെ നമ്മളൊന്ന് റീബ്രഷ് ചെയ്ത് റീവർക്ക് ചെയ്ത് എടുക്കുന്ന പോലെ ഒരു മൂവിയാണ് മസ്റ്റ് വാച്ച്. എന്താ പറയാ? Director did a good job. Super movie. A must watch. അവരൊരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് ചില പൊളിറ്റിക്സ് ഒക്കെ ഇതിനകത്ത് കേസോട് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു പൊളിറ്റിക്കൽ മൂവിയായിട്ട് കാണാൻ പറ്റും. ഇല്ല, ഉള്ളവരുടെ കോമഡിയാണ്. കഥയുണ്ടായിരുന്നു. എൻ്റർടൈനിങ് ആണ്. സാർ ഇത് സക്സസ് ആയി എന്ന് എന്താണ് സാറിൻ്റെ പ്രതികരണം? പടം എഡിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സക്സസ് ആണ്. പിന്നെ ഇനി ആൾക്കാർ ചിരിക്കും എന്ന് വിചാരിച്ച് തന്നെ ഇറക്കുന്നത്. എല്ലാം ചിരിക്കുന്നുണ്ട്. ഓക്കെയാണ്, ഹാപ്പിയാണ്. പിന്നെ അടുത്തത് കഴിഞ്ഞോ പോട്ടെ. പടം കാണുമ്പോൾ ആദ്യം ഫസ്റ്റ് ഹാഫിൽ മാത്രം നാടകത്തിൻ്റെ പരിപാടി പിടിച്ചിട്ടുണ്ട്. എല്ലാ പോകുമ്പോൾ മൊത്തം പിന്നെ നമ്മൾ മൊത്തം പരിപാടി മാറ്റി പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ മാത്രം അത് വേണ്ടതുകൊണ്ട് നമ്മളത് നാടകത്തിൻ്റെ ഒരു കൂടുതലും ആ 90s അല്ലെങ്കിൽ നൊസ്റ്റാൾജി പിടിക്കുക എന്നുള്ളൊരു തന്നെയുണ്ട്.